ഹലോ വെൽക്കം ബാക്ക് ടു ടിപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാലന്റൈൻസ് ഡേ മേക്കപ്പ് ആയിട്ടാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ആണ്, ഡേറ്റിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു മേക്കപ്പ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷൻ ക്ലംസി കാറ്റ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിൻ്റെ വാം ഫർ യു എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ്. ഈ ബ്രാൻഡിനെ കുറിച്ച് ഞാനൊരു ഹോളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇതിലായിട്ട് വരും. ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാൻ. ഇതിന് വലിയ കവറേജ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് വെഡ്ഡിങ്ങിനൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ മതി. ഡെയിലി ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്ന് പറയില്ല, എന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ കവറേജ് വരുന്ന ഒരു ഫൗണ്ടേഷൻ ആയത് ഇത് മാത്രം ഇട്ടിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇത് ചെറുതായിട്ട് മതി. ഇതിപ്പോൾ വാം സ്കിൻ ടോണിന് പറ്റിയ ഫൗണ്ടേഷൻ ആണ്. ഞാനൊരു ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യാണ്. കൺസീലർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കളർ കറക്റ്റർ യൂസ് ചെയ്യാം. ഇൻസൈറ്റിന്റെ പ്രോ കൺസീലർ പാലറ്റ് എന്നാണ് ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓറഞ്ച് കളർ കറക്റ്ററാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ കളർ കറക്റ്റർ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മീഡിയം അല്ലെങ്കിൽ ലൈറ്റ് സ്കിൻ ടോൺ ആണെങ്കിൽ പീച്ച് കളർ കറക്റ്ററാണ് ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ കൺസീലർ ഉണ്ട്. ഇതില്ലാണ്ട് നമുക്ക് കൺസീലർ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ കൺസീലർ ഒരു ഗ്രേ ഷെയ്ഡായിട്ട് മാറും. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് ഞാൻ ഇവിടെയൊക്കെ യൂസ് ചെയ്യാണ്. കളർ കറക്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺസീലർ യൂസ് ചെയ്യാം. BRW1 പ്രോ മെലാനിൻ കെയറിന്റെ ഒരു നട്ട്മെഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് എൻ്റെ ഷെയ്ഡ്, വാം സ്കിൻ ടോൺ. ഇതിന് ഒരുപാട് അണ്ടർ 500 നമുക്ക് ഓഫറിലൊക്കെ കിട്ടുന്നതാണ്. ഈ കൺസീലർ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് ഡാർക്ക് സർക്കിളാണ് അധികം വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും അൺഈവൺ സ്കിൻ ടോൺ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. പിന്നെ ലിപ്സിന്റെ അടിയിൽ എനിക്ക് ലിപ്സിന് ചുറ്റുമായിട്ട് ഇങ്ങനെ പിഗ്മെന്റേഷൻ ഉണ്ട്, സോ അതൊക്കെ ഹൈഡ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു. നെക്സ്റ്റ് നമ്മൾ കോണ്ടൂർ ചെയ്യാൻ പോവാണ്. ബ്ലൂ ഹെവന്റെ സ്ട്രോ ബാൻഡ് ഷേപ്പ് കോണ്ടൂർ ആൻഡ് ഹൈലൈറ്റർ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ ഇതിലെ ഹൈലൈറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കോണ്ടൂർ ചെയ്യാം നമുക്ക്. ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് കോണ്ടൂറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ഹൈലൈറ്റ് ഉണ്ട്. ഇതിന്റെ ഷെയ്ഡിന് പേര് മാഗ്നിഫിക്കൻ ഡീപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഒരുപാട് തവണ ഞാൻ ഉപയോഗിച്ച ഹൈലൈറ്റർ ആണ്. ജസ്റ്റ് ഈ ഇതിന്റെ ഇവിടെ ചീക്ക് ബോൺസിൽ ഇവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ ഒരുപാടൊന്നും ചെയ്യുന്നില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല ഒരുപാട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. എസ്പെഷ്യലി എനിക്ക് ഇങ്ങനത്തെ ചീക്സ് ആകുമ്പോൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത ഒരു ഇതുണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ഉപയോഗിക്കുന്നത് ബ്ലൂ ഹെവൻ പോപ്പ് ആൻഡ് ഗ്ലോന്റെ ഒരു ബ്ലഷ് ആണ്. ഷെയ്ഡ് വന്ന് സട്ടിൽ ന്യൂഡ്. ജസ്റ്റ് ഒരു ഡോട്ട് ഇത്ര മതി, വളരെ സെറ്റിലായിട്ട് മതി. ഇതൊരു ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ എന്തായാലും മതി.
നെക്സ്റ്റ് ഐ ഷാഡോ ഷെയ്ഡ്സ് ഓഫ് ട്രെൻഡ് ഗ്ലാം 21ന്റെ ഷെയ്ഡ്സ് ഓഫ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ഈ ഒരു പീച്ച് വളരെ സട്ടിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഒരുപാട് ബോൾഡ് ഷെയ്ഡ്സ് അങ്ങനത്തെ ഗ്രീന്, പീച്ച്, ഈ ഒരു ഷെയ്ഡ്സ് ഒക്കെ അധികം ഉണ്ട്. ബ്രൗണും ഉണ്ട്. നല്ലൊരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതുപോലെ നൈക്കയുടെ ഒരു ക്വാഡ്രൻ സെറ്റ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട്, അതും നല്ലതാണ്. നമുക്ക് ബ്ലഷ് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി കാജൽ. കാജൽ ഞാൻ ഉപയോഗിക്കുന്നത് ഫേസസ് കാൻഡിഡ് ഇന്റൻസ് ജെൽ കാജലാണ്. ഇതിൽ ഓൾറെഡി ഞാൻ ഐലൈനർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് താഴെ നമുക്ക് വരച്ചു കൊടുക്കാം. ജസ്റ്റ് സ്മോക്കി ഐസ് ഒക്കെ ചെയ്യാനാണ് ഇത് വെച്ചിട്ട് ബ്രഷോട് ജസ്റ്റ് ബ്ലർ ചെയ്ത് കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് മതി, ഓവറായിട്ട് ചെയ്താൽ ഇതാവും. യെസ്. മസ്കാര ഞാൻ ട്രാൻസ്പാരന്റ് മസ്കാര യൂസ് ചെയ്യുന്ന റോൺസിലിന്റെ ഓ മൈ ലാഷ് മസ്കാര. ഓക്കെ, എവറിത്തിങ്. ഫേസ് മേക്കപ്പ് ഒരുവിധം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. ലിപ്സ്റ്റിക് ഇടുന്നതിന് ആദ്യമായിട്ട് നമുക്കൊരു ലിപ് ലൈനർ വേണമല്ലോ. എൻ്റെ ലിപ്സ് പിഗ്മെന്റഡ് ആയതുകൊണ്ട് ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ ഇടുമ്പോൾ എല്ലാം ബ്ലാക്ക് എടുത്ത് ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ രീതി പോലെ ചെയ്യാം. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ലിപ് ലൈനർ ഫേ ബ്യൂട്ടിയുടെ റീഡിഫൈൻ ലിപ് ലൈനർ ആണ്. റിട്രാക്റ്റബിൾ ആണ്. ഇതിന്റെ ഷെയ്ഡ് 004 ഹെഡ്ലൈൻ. ന്യൂഡ് ഷെയ്ഡ്സിനൊക്കെ പറ്റുന്ന ലൈനറാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് സൂഡിയോയിൽ എനിക്കൊരു ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ടായത്. ഞാൻ ഒരു സൂഡിയോന്റെ ഹോളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലിപ് ബാം, ലിപ് സ്ക്രബ് ആൻഡ് ലിപ്സ്റ്റിക് ഒരു കോംബോ സെറ്റ് ഉണ്ടായിരുന്നു. അതിലുള്ള ലിപ്സ്റ്റിക് ആണ്, ഒരു മൗ ഷെയ്ഡാണ്. ഞാൻ പൊതുവെ വാം സ്കിൻ ടോൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഷെയ്ഡ് ചേരില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഓടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചേഞ്ച് ചെയ്യാം. അതായത് മാമാർത്തിന്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് കാർണേഷൻ ന്യൂഡ്, ഇതും കൂടെ അതിന്റെ മേലേക്ക് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ചിലപ്പോൾ ശരിയാവും. തരക്കേടില്ലാത്തൊരു ഷെയ്ഡുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് സട്ടിലായിട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ ഹെയറും ആക്സറീസ് ഒക്കെ ഇട്ടിട്ട് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഹലോ, ഞാനൊരു ചെറിയ ഇയർ റിങ്ങും ജസ്റ്റ് ഒരു ബാംഗിളും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇത്ര സിമ്പിളായിട്ടാണ് ചെയ്യാറ്. ഇപ്പം ഞാനിത് ട്രഡീഷണലായിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങനെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.
ഇങ്ങനത്തെ മേക്കപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും മാറ്റുകയും മറക്കുകയും ചെയ്യാം. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ എല്ലാ കപ്പിൾസിനും എൻ്റെ വാലന്റൈൻസ് ആശംസകൾ നേരുന്നു. ഇതുപോലുള്ള വീഡിയോ ഇനിയും വേണമെങ്കിൽ കമൻസിൽ അറിയിക്കുക. താങ്ക് യു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് വീഡിയോ.